കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ ബജറ്റിനോടുള്ള കേരളത്തിന്റെ മറുപടിയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച കേരള ബജറ്റ്. ഒരു ഇന്ത്യൻ സംസ്ഥാനമാണെന്ന് പോലും പരിഗണിക്കാത്ത കേന്ദ്ര അവഗണനയുടെ നടുവിൽ നിന്നാണ് ഭാവി കേരളത്തെ കെട്ടിപ്പടുക്കുന്ന പദ്ധതികൾ നിറഞ്ഞ കേരള ബജറ്റ് നമുക്ക് മുന്നിലെത്തുന്നത്. ഇന്ത്യയുടെ ഫെഡറൽ ധനവ്യവസ്ഥയോട് നീതി പുലർത്താത്ത ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങളാണ് കാലങ്ങളായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നത്. അവഗണനയുടെ ആ കടലിൽ നിന്ന് പുതിയൊരു കേരളത്തെ ഉയർത്തിയെടുക്കുകയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച കേരള ബജറ്റ്. സംസ്ഥാനങ്ങളെ തുല്യനിലയിൽ കാണേണ്ട കേന്ദ്ര സർക്കാർ കേരളത്തെ ബജറ്റിൻ്റെ പടിക്ക് പുറത്താക്കിയിട്ടും ഉലയാതെ നവകേരള സൃഷ്ടിക്ക് കുതിപ്പ് നൽകുന്നതാണ് കേരള ബജറ്റിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളെല്ലാം. വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ ഒരു രൂപ പോലും നീക്കിവയ്ക്കാത്ത, വിഴിഞ്ഞം തുറമുഖത്തിനും ഒന്നും നീക്കിവയ്ക്കാത്ത കേന്ദ്ര ബജറ്റിനോടുള്ള കേരളത്തിൻ്റെ മറുപടി. അടിസ്ഥാന മേഖലയുടെ വികസനത്തിലും പശ്ചാത്തല സൗകര്യ വികസനത്തിലും സാമൂഹ്യ സുരക്ഷയിലും ഒരു കുറവും വരുത്താതെ കേരള വികസന മാതൃകയ്ക്ക് മറ്റൊരധ്യായം കൂടി എഴുതിച്ചേർക്കുന്നതാണ് പുതിയ ബജറ്റ്. കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനവും തൊഴിലും സംരംഭക നിക്ഷേപ അവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ ഈ ബജറ്റിലും ഊന്നലുകളുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും അത് പരിഗണിക്കുന്നു. ബജറ്റ് നിർമ്മലാ സീതാരാമനെ പോലെ രാഷ്ട്രീയമായ ഗിമ്മിക്കല്ല, മാനവികതയിലൂന്നിയ മാജിക്കാണെന്ന് കാട്ടിത്തരുന്നു ബാലഗോപാൽ. ഓരോ അവഗണനയിലും കേരളം അതിജീവനത്തിൻ്റെ പുതിയ പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുമെന്നതിൻ്റെ ഒരു സാമ്പത്തിക ചരിത്രരേഖയാവുകയാണ് കേരള ബജറ്റ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.